ഇനി നോക്കാൻ പോകുന്ന ഡിവൈസ് ഇറ്റ് ഈസ് എ സിലിക്കൺ ബൈലാറ്ററൽ സ്വിച്ച് SBS. ഓക്കെ, സോ നേരത്തെ നമ്മൾ സിലിക്കൺ യൂണിലാറ്ററൽ സ്വിച്ചാണ് നോക്കിയത്. അതൊരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമേ കണ്ടക്ഷൻ ഉള്ളൂ. അപ്പം ഇത് രണ്ട് ഡയറക്ഷനിലും കണ്ടക്ഷനുള്ള ഡിവൈസാണ് സിലിക്കൺ ബൈലാറ്ററൽ സ്വിച്ച്. അഗെയിൻ ഇതൊരു ട്രിഗറിങ് ഡിവൈസാണ്. ഇറ്റ് ക്യാൻ ബി യൂസ് ടു ട്രിഗർ SCR ആസ് വെൽ ആസ് എ ട്രയാക്ക്. രണ്ട് സൈഡിലും കണ്ടക്ഷൻ ഉള്ളതുകൊണ്ട് ട്രയാക്കിന് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ബൈലാറ്ററൽ ഡിവൈസ് ദാറ്റ് ഈസ് കണ്ടക്ട്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ. കണ്ടക്ട്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിതിന് സപ്ലൈ ആനോഡിനും കാത്തോഡ്, സാധാരണ നമ്മൾ SCR അതേപോലത്തെ കൺസ്ട്രക്ഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആനോഡിനും കാത്തോഡിൻ്റെ ഇടയിൽ സപ്ലൈ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആനോഡ് പോസിറ്റീവ് പൊളാരിറ്റി, കാത്തോഡ് നെഗറ്റീവ് പൊളാരിറ്റി, അല്ലെങ്കിൽ ആനോഡ് നെഗറ്റീവ് പൊളാരിറ്റി, കാത്തോഡ് പോസിറ്റീവ് പൊളാരിറ്റി, ആ രീതിയിലെല്ലാം നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് കണ്ടക്ട്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി കൺസ്ട്രക്ഷനിൽ നമ്മൾ ട്രയാക്കിൻ്റെ കേസിൽ പറയുന്നത് പോലെ ട്രയാക്കിൽ എന്താ പറഞ്ഞത്, രണ്ട് SCRനെ ആൻറ്റി പാരലലായിട്ട് പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്തിട്ടാണ് ട്രയാക്ക് ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ ഒരു SBS-നെ ഉണ്ടാക്കുന്നത് രണ്ട് SUS സ്ട്രക്ചേഴ്സ്, യൂണിലാറ്ററൽ സ്ട്രക്ചേഴ്സിനെ ആൻറ്റി പാരലൽ ഡയറക്ഷനിൽ കണക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഹിയർ വി ആർ ഹാവിങ് 3 ടെർമിനൽസ്, T1 T2 ഗേറ്റ്, അല്ലെങ്കിൽ ചിലതിൽ നമുക്ക് ആനോഡ് 1 ആനോഡ് 2 ഗേറ്റ് എങ്ങനെയും ആവാം. ഓക്കെ, ആനോഡ് 1 ആനോഡ് 2 ഗേറ്റ്, അല്ലെങ്കിൽ T1 T2 ഗേറ്റ്, അല്ലെങ്കിൽ A1 A2 ഗേറ്റ്, എങ്ങനെയും പേര് കൊടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് അതിൻ്റെ സിംബൽ. ഓക്കെ, സോ സിംബൽ വരുന്നത് രണ്ട് SUS സ്ട്രക്ചേഴ്സിൻ്റെ ആൻറ്റി പാരലൽ ഡയറക്ഷനാണ് അല്ലേ. സോ ഒരു SUS സ്ട്രക്ചറിനെ നമ്മളെങ്ങനെ വരയ്ക്കുന്നത്, സോ ഇതുപോലെയാണ് ഒരു SUS സ്ട്രക്ചറിനെ നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. സോ രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, സോ ഒരു SUS സ്ട്രക്ചറായി, ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത SUS സ്ട്രക്ചർ. Okay, so this forms our symbol, terminals T1 T2 and a gate terminal. Okay, ഇനി ഇതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം രണ്ട് ഇതിന് SUSനെ വരച്ചിട്ടുണ്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഒരു SUS താഴോട്ട് എന്ന രീതിയിൽ വരച്ചിട്ടുണ്ട്, താഴോട്ട് എന്ന രീതിയിൽ. പിന്നെ അതിൻ്റെ ഗേറ്റിൻ്റെയും കാത്തോഡിൻ്റെ ഇടയിൽ എന്താ വേണ്ടത്, ഒരു ജനറൽ അല്ലെങ്കിൽ അവലാഞ്ച് ഡയോഡ് വേണം. അതേപോലെ തന്നെ അടുത്ത ഇത് വരച്ചിട്ടുണ്ട്, SUS വരച്ചിട്ടുണ്ട് വിത്ത് അവലാഞ്ച് ഡയോഡ് ബിറ്റ്വീൻ ദ ഗേറ്റ് ആൻഡ് കാത്തോഡ്. ഓക്കെ, ഇനി ടെർമിനൽസ് എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, സോ നമ്മൾ ട്രാക്കിൽ എടുത്ത പോലെ തന്നെ ഒന്നിൻ്റെ ആനോഡും മറ്റേൻ്റെ കാത്തോഡും ജോയിൻ ചെയ്തു. ഓക്കെ, ദാറ്റ് ഫോംസ് അവർ ടെർമിനൽ T1. അതേപോലെ ഒന്നിൻ്റെ കാത്തോഡും മറ്റേതിൻ്റെ ആനോഡും ജോയിൻ ചെയ്തു ആൻഡ് വി ടുക്ക് അവർ ടെർമിനൽ T2. ഇനി എന്താ വേണ്ടത്, ഗേറ്റ് ടെർമിനൽ വേണം അല്ലേ. സോ ഇൻറ്റേർണലി ഈ രണ്ട് ഗേറ്റ്സിനെയും കൂടി നമ്മളങ്ങ് കണക്ട് ചെയ്യും. ഓക്കെ, ആൻഡ് വിൽ ബി ടേക്കൺ ഔട്ട് ആസ് എ സിംഗിൾ ടെർമിനൽ. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇക്വലൻറ്റ് സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ സ്ട്രക്ചർ മാത്രം വരച്ചാൽ മതി കേട്ടോ, ഈ ഒരു സ്ട്രക്ചർ മാത്രം വരച്ചാൽ മതി. രണ്ട് ഈ സാധനങ്ങൾ SUS ആൻറ്റി പാരലൽ ഡയറക്ഷൻ, ആൻറ്റി പാരലൽ എന്ന് വെച്ചാൽ ഒന്ന് താഴോട്ടേക്ക് നോക്കുന്നു, ഒന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. ഓക്കെ, ടെർമിനൽസ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് ട്രയാക്കിന് സിമിലറായിട്ടാണ് വർക്കിംഗ് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന് പൊളാരിറ്റി കൊടുക്കാം, ഇതേത് രീതിയിലും ഇത് വർക്ക് ചെയ്യും. ഓക്കെ, ടെർമിനൽസിൽ 3 ടെർമിനൽസിൽ ഏത് കോമ്പിനേഷൻ പൊളാരിറ്റി കൊടുക്കാം. അറ്റ് എ ടൈം എനി വൺ SUS വിൽ ബി കണ്ടക്റ്റിംഗ്. ഓക്കെ, സോ SBS കണ്ടക്ട്സ് ഇൻ ബോത്ത് ഡയറക്ഷൻ വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് ബ്രേക്സ് ദ ഇൻറ്റേർണൽ സെനർ ഡയോഡ് വോൾട്ടേജ്. ഓക്കെ, സോ ഏത് പൊളാരിറ്റിയും കൊടുക്കാം, പക്ഷേങ്കിൽ ആ വോൾട്ടേജ് വാല്യൂ ഏത് പെർട്ടിക്കുലർ വോൾട്ടേജിലാണ് ഇത് ഓൺ ആവുന്നത്, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇൻറ്റേർണലി ബിൽഡ് സെനർ ഡയോഡ്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ VI കാര നമ്മളെ ട്രയാക്കിന് സിമിലറാണ്, രണ്ട് സൈഡിലും കണ്ടക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, സോ ട്രയാക്കിന് സിമിലറായിട്ടാണ് VI കാര വരുന്നത്. ഓക്കെ, ഇനി ഈ രണ്ട് സ്വിച്ചിങ് ട്രിഗറിങ് ഡിവൈസസ് SUSഉം SBSഉം that has a low voltage breakover voltages. Okay, so breakover voltages കുറവ്. ആ ആവലാഞ്ച് ഡയോഡും മറ്റേ ജനറൽ ഡയോഡെല്ലാം ആണെങ്കിൽ അതിൻ്റെ
ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് നമുക്കറിയാം ചെറിയ വോൾട്ടേജ് ആണല്ലേ, ചിലപ്പോൾ 5 വോൾട്ട് അല്ലെങ്കിൽ 6 വോൾട്ട് ആ രീതിയിലൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ വോൾട്ടേജസിൽ തന്നെ നമ്മൾ ഈ ഡിവൈസ് SCR അല്ലെങ്കിൽ ട്രയാക്കിനെ നമുക്ക് ഓണാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ.